അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. என்ன கொண்டுட்டு உன்னால நிம்மதி இருக்க முடியாது. என் பின்னாடி பெரிய ஒரு உலகமே இருக்கு ஜெயிலர். லாஸ்ட் வார்னிங். எல்லாமே இதோட விட்டுட்டு போ. ഫരിദന്റെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ആൺകുട്ടിയാ. എല്ലാ മലയാളികളായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയെ പോലെ ജനിച്ചു വീണ് ചെവിയിൽ ബാങ്ക് കൊടുക്കപ്പെട്ട ഒരു മുസ്ലിം പയ്യൻ. எனக்கு 3 விஷயம் ரொம்ப பிடிக்கும். 1 கொல்றது பிடிக்கும். 2 கொல்றது பிடிக்கும். 3 கொல்றது தான் பிடிக்கும். ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. நீ கொல்லனா குழந்தைகளை சித்திவன் கொல்வான். அவனையும் கொல்ல விட மாட்டேன். யோசிச்சு சொன்ன. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன். ഇനി എന്ത് നോക്കുക? ആ വാളങ്ങതാ ഇപ്പൊ തന്നെ വെട്ടിയെറിഞ്ഞ് കുഴിച്ചു മൂടിയേക്കാം. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇസ്ലാം മത വിമർശനം നടത്തുന്ന നമ്മളൊരു സുഹൃത്ത്, അപ്പൊ പുള്ളി ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇന്റർവ്യൂ ചെയ്താണ് നമ്മൾ തുടങ്ങുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ സുഹൃത്തിന്റെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇതിനകത്ത് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ സെയിം സംഗതികൾ എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നേരിടാൻ തുടങ്ങി. പിന്നെന്താ ഇവിടെ ചില ഇഷ്യൂസ്, താനൊരു സോഷ്യൽ നോയ്സൻസ് ആയി മാറുന്നു എന്ന് പറയുന്നു പലരും. ഒരിക്കലും അല്ല. ബീയിങ് എ സോഷ്യൽ ആനിമൽ ഞാനും ചില ഇഷ്യൂസിൽ ഇടപെടുന്നു എന്ന് മാത്രം. എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് എനിക്ക് ഒളിക്കാനാവില്ല. അതായത് ഇത് പറഞ്ഞതിന്റെ പേരിൽ, ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഫാമിലിയിൽ നിന്ന് വിഷയങ്ങൾ. എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട്. അതാ ആ നിൽക്കുന്ന 18-ാം പട്ട തെങ്ങ്. ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും. മാരീഡ് അല്ലേ? അതെ അതെ. വൈഫ് എന്ത് ചെയ്യുന്നു? മാരീഡ് ആണ്. പക്ഷെ ഈ മതം വിട്ടതിന്റെ പേരിലാണ് അവര് വേറെ മുമ്പ് കല്യാണം കഴിച്ചത്. അവര് വിശ്വാസത്തെ എതിർത്തതിന്റെ പേരിൽ മാത്രം ഒലിച്ചു പോകുന്ന ബന്ധങ്ങൾ, അത് കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത്. വേണ്ട, എനിക്ക് വേണ്ടി കരയാൻ പോലും ഇനി ഒരാൾക്ക് അവകാശമില്ല. ഒരു ബന്ധത്തിന്റെയും കഴിഞ്ഞാൽ എന്റെ പേരിലില്ല. ഞാൻ തനിച്ചാണിപ്പോ. എങ്ങനെ എവിടെ എനിക്ക് ജീവിക്കാം? ഒരാളും എന്നെ തേടി വരില്ല. என் பொண்டாட்டி என்ன ஒதுக்குறா, பெத்த புள்ள என்ன பெருக்கிறா. நான் உண்மையா இருந்தோம் ஒத்தையில தான் நிக்கிறேன். என் கதையில நான் வில்லண்டா. A few years later. ഹേ പട്ടാൻ, ഈ ബോംബെ നഗരത്തിൽ എന്റെ അഡ്രസ്സിന് പിൻകോഡ് ഇല്ലെങ്കിലും പോസ്റ്റ് വരാറുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അത്രയ്ക്ക് ഫേമസ് ആണ്. ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അവന്റെ പേര് ഉച്ചരിച്ചതായി കേട്ടിട്ടുണ്ടോ? ഹലോ, ആരിഫ് സാർ അല്ലേ? ഹലോ, ആരിഫ്. അതെ അതെ, യെസ് പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ ശബ്ദം ഒന്ന് കേൾക്കാൻ എത്ര കാലമായി കൊടുക്കുന്നു. ഹലോ, ആരിഫ് അല്ലേ? ഹലോ, ഞാൻ വിളിച്ചത് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനായിരുന്നു. മിസ്റ്റർ ആരിഫ് ഹുസൈൻ ആണോ? ആരാണ്? ആരിഫ് സാർ അല്ലേ? ആരിഫ് സാർ, ഞാൻ കൊറേ ആയി ട്രൈ ചെയ്യുന്നു സാറിന്റെ അടുത്തൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട്. സംസാരിക്കുന്ന അല്ല, നമ്മള് സംഭവം നിങ്ങൾ നിരീശ്വരവാദി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ സംസാരത്തിൽ ആരായാലും ഒന്ന് ഫാനായി പോകും. പോസ്റ്റ് വരുന്നത് ലെറ്ററിലെ അഡ്രസ് നോക്കിയല്ല, അഡ്രസ്സിലെ ലാൻഡ്മാർക്ക് നോക്കിയാണ്. 4 பார்த்து பதவியை பார்த்து மோதுற அல்ல சார்.
ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി അവിടെ ഞാൻ മതി. എന്നെ കൊണ്ടിട്ട് ഉന്നാല നിമ്മതി ഇറക്ക മുടിയാത്. എൻ പിന്നാടി പെറിയ ഒരു ഉലകമേ ഇருக்கு ജയിലർ. ലാസ്റ്റ് വാർണിംഗ്. எல்லாமே இதோட விட்டுட்டு போ. என்னோட நண்பனா இருக்கிறதுக்கு எந்த தகுதியும் வேண்டாம். ஆனா எதிரியா இருக்கிறதுக்கு തകുതി വേണം. വിഷമം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഉമ്മ വിളിച്ചു. സ്വത്തൊക്കെ ഭാഗിക്കാനും അത് നിങ്ങളുടെയൊക്കെ പേരിലേക്ക് എഴുതാനൊക്കെ ഉള്ള ആലോചനയിലാണ് ഉള്ളത്. നീ മതം സ്വീകരിച്ച് ഇസ്ലാമായിട്ട് കുടുംബത്തിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ആളുകൾക്ക് കൊടുക്കും. ആ സിംഹാസനം ഞാൻ തിരഞ്ഞെടുത്താൽ അത് നിങ്ങൾ എന്നെ വളർത്തിയ മഹത്വത്തിന് അപമാനം. ഞാൻ ഒരിക്കലും കൊടുത്ത വാക്ക് തെറ്റിക്കില്ല. പണമല്ല പവറായാലും അതിന്റെ ഒന്നും മുമ്പേ വീണ ചരിത്രം ഈ മാരാർക്കില്ല. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞത് ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. മുളച്ചു പൊങ്ങും മുമ്പാണെങ്കിൽ അതങ്ങ് കരിച്ചു കളയാൻ അതിന്റെ മുരട്ടിലൊന്ന് മുള്ളിയാ മതി. ഇതിപ്പോ മരമായിട്ട് അവന്റെ വരവ് നല്ല കാതലുള്ള മരം. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ.